പഠിക്കുന്നുണ്ടല്ലേ? ഇതും പെട്ടെന്ന് വെച്ച് അത്ര ഉണ്ടല്ല. ഈ താളത്തിൽ പോകണം. ഈ താളത്തിൽ പോകണം. ഹലോ, ജമന്തിയാ അമ്പിളിക്കുട്ടൻ ചേട്ടാ? ആ തുടങ്ങി പ്രാക്ടീസ് തുടങ്ങി. വരുമോ ഇപ്പം? പെട്ടെന്ന് വരുമോ? ആ ഏട്ടനോട് പറയാം. ശരി പെട്ടെന്ന് വാ. വരും അമ്പിളിക്കുട്ടൻ. 1 2 3 4 എന്ത് രസം! ഭയങ്കര രസം തന്നെ. രണ്ട് കമ്പിട്ട് ഇങ്ങനെ അടിക്കുന്ന നല്ല രസം. എന്തൊക്കെയോ കഥകളൊക്കെ പിന്നെ ഭയങ്കര കഥകൾ തന്നെ. അവൻ പെട്ടെന്ന് പഠിച്ചെടുത്ത്. കേട്ടാ നീ അങ്ങനെ ശരി, നമ്മള് പാട്ട് തുടങ്ങാൻ പോവാണ്. മനസ്സിലൂടെ ഒരു ചെറിയ പ്രാർത്ഥന തുടങ്ങുന്ന പാട്ടിന് ഞാൻ എഴുതിയിരുന്നല്ലേ? കണ്ണിമാങ്ങ പ്രായത്തിൽ. അതെ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്ന് എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടെ എന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്ന് എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടെ എന്ന്. വെള്ളമേ പുള്ളിയുള്ള പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ. എത്ര ഞാൻ മരിക്കും. അപ്പുറത്തെവിടെയും പോയി പഠിക്കാം. എന്തിന്? അവർക്കൊക്കെ പഠിക്കാൻ പറ്റില്ല. അവര് വേണമെങ്കിൽ അപ്പുറത്തോടെ പോയി പഠിക്കട്ടെ. അത് മോശമല്ലേ? നീ കളിക്കല്ലേ? പാട്ട് പഠിക്കുന്നതിന് മൈക്ക് വേണ്ടല്ലോ. ഇത് പൈസ കൊടുത്ത് വാടക എടുത്ത് അവിടെ പോയി മൈക്കിൽ പാടാവുള്ളതാണ്. മൈക്ക് 3000 വാടക. പാട്ട് വേണ്ട മക്കളെ? ഉണ്ടോ പിള്ളേർക്ക് ഇവിടെ കേൾക്കാനോ? നീ അപ്പുറത്തോടെ പോടേ. ഒരു താളത്തൊരു കാര്യം താളമൊക്കെ നിനക്ക് മാത്രമല്ല താളമുള്ളത്. അതിന് മൈക്ക് വെക്കാൻ പാട്. നീ ആ കമ്പില്ലാതെ കളിയടേ. ഇതിന്റെ പേരെന്താ? കിഴങ്ങ. ഇത് കോൽക്കളിയാണ്. അതുകൊണ്ട് കോലില്ലാതെ കളിക്കാൻ പറ്റുമോ? ഇത് പാട്ടാണ്. പാട്ടിന് മൈക്കില്ലാതെ പാടാൻ പറ്റുമോ? മൈക്കില്ല പാടാം. എന്ന് പറയണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാട്ട് അവിടെ പാടുന്ന പോലെ തന്നെ ഇതാവുന്നു എന്നൊക്കെ അറിയണം. ഓ എന്താ വെള്ളമേ പുള്ളിയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. കോളേജിൽ പോകുമ്പോ പല മുഖം കാണുമ്പോ എന്നെ ഓർത്തിടാണേ എന്റെ പുന്നാരെ. നീ കളിക്കല്ലേ തങ്കം? നീ പോ, നീ കയറി പോ. കട്ടൻ ചായ വല്ലതും ഇടും. അടുത്ത പാട്ട് പാടാം. വലിയ ശല്യമായില്ല. കോളേജിൽ പോകുമ്പോൾ പല മുഖം അവരെ താളമാണ്. അതാ നമ്മളല്ല. നമ്മളെ കോളേജിൽ പോകുമ്പോൾ പല മുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിടാനേ എന്റെ പുന്നാരെ, എന്നെയും താളം തെറ്റിക്കൽ ഇവിടെ ഓടേണ്ട ഓടി തളരേണ്ട പൂമുഖം പാടിടേണ്ട പൂമുഖം കണ്ണുണ്ടല്ലേ വാണ്ടല്ലേ പാടുന്നത്. കളിക്കുന്നതാണോ നീ? റിഹേഴ്സൽ ചെയ്യല്ലേ? ഞങ്ങളിവിടെ റിഹേഴ്സൽ ചെയ്യല്ലേ?
ഞങ്ങൾ ഇവിടെ റിഹേഴ്സൽ പിന്നെ എപ്പോഴും ചെയ്താ പോരെ എന്തോ നിനക്ക് പിന്നെ എപ്പോഴും ചെയ്താ പോരെ രൂപ 1 ഉം 2 ഉം അല്ല 3000 രൂപ കൊടുത്ത് ഞങ്ങൾ ഒരു മണിക്കൂറത്തേക്ക് വാടക എടുത്തിട്ട് വന്നെങ്കിലും സാധനമാണ്. അമ്മ കണ്ടല്ലോ അവിടെ എന്നെ മാഷ് പഠിപ്പിച്ചോണ്ടിരിക്കാനായിരുന്നു. ഒരു മണിക്കൂർ ഞങ്ങൾ അവിടെ ഞങ്ങൾ ഇപ്പൊ നിർത്താം. എടേ ഇവിടെ മാഷ് പഠിപ്പിച്ചോണ്ടിരിക്കുന്നേ. ഏത് മാഷ്? ഞാൻ ഇവന്മാരെ പഠിപ്പിച്ചോണ്ടിരിക്കണേ. ഞാനല്ലേ ഇവരുടെ മാഷ്. അതുകൊണ്ട് നീ അത് 3000 രൂപയാണ് വാടക. നീ ഒരു കാര്യം മാഷന്മാരെന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്ന് പഠിപ്പിക്കാൻ പറ. അല്ല അവർക്ക് വേറെ പഠിപ്പിക്കാൻ പോണോന്ന്. ഇടേ അവര് പോട്ടെന്ന് ഇവർക്കൊക്കെ വേറെ പണികളുണ്ടെന്ന്. നിനക്ക് ഉൾപ്പെടെ ഒറ്റ പണിയില്ലല്ലോ. കനക നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. എനിക്ക് ഇവിടെ പറ്റുള്ളൂ. എനിക്കിവിടെ പറ്റുള്ളൂ. നീ ഇവിടെ ചെയ്യുള്ളൂ അല്ലേ? ആ ചെയ്യും. എന്ത് ഇവിടെ എന്താ കുഴപ്പമില്ല. ഇത് എനിക്കൂടെ അവകാശപ്പെട്ട വീട്. ഇത് എനിക്ക് ഭാര്യയുടെ വീട്. എനിക്ക് അവകാശപ്പെട്ട വീട്. എടാ, ഇവിടെ എന്താ? നീ എഴുതുന്ന ആ കാര്യം ഒന്നും പറയാനേ. നീ അങ്ങനെ സംസാരിക്കില്ല. ആട്ടിച്ചവന്റെ മണ്ട എന്താണ് പിന്നെ സൗകര്യം ഇപ്പൊ കനക നീ എന്നെ നോവിച്ചോണ്ടല്ല. നീ അറിയോ എന്റെ ഭവിഷ്യത്ത്. ഞാനേ വിളിക്കാതെ പോണ്ട നിങ്ങള്. വന്നു കയറി വീടായി പോയി. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കില്ല. പാലായിലായിരുന്നു ഞാൻ കാണിച്ചു തരാം. ഒന്നും ഒരു പുല്ലുമില്ല. പാല കയറ്റുന്നില്ലല്ലോ. നിന്നെ പാല കയറ്റുവോ? നമുക്ക് കാണാം പഞ്ചായത്ത് മേളയിൽ. എനിക്ക് വേറെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. അതാവുമ്പോ നല്ലതാ. ചില്ലറായിട്ട് മര്യാദയില്ല പരിപാടി കാണിക്കുന്നത്. അവന് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ നമ്മള് വന്നു കയറി പോയോണ്ട് ഒന്നും പറ്റൂലല്ലോ. ഇതില് കാണിച്ചു കൊടുക്കണം അവന്.